മസാല ബോണ്ടിലെ ഇ.ഡി. നോട്ടീസിൽ മുഖ്യമന്ത്രി ഹൈക്കോടതിയിൽ. നോട്ടീസ് റദ്ദാക്കണമെന്ന് ആവശ്യം. കിഫ്ബിയുടെ ഹർജിയിൽ നേരത്തെ നോട്ടീസിലെ തുടർ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. വിവരങ്ങളുമായി രേഷ്മ ബാബുവാണ് ചേരുന്നത്. രേഷ്മ, ഇന്നലെ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് വന്നപ്പോൾ മുഖ്യമന്ത്രിക്കും കിഫ്ബിക്കും വളരെ ആശ്വാസകരമായ ഒരു നടപടിയാണ് ഉണ്ടായത്. അതനുസരിച്ചാണ് മുഖ്യമന്ത്രി ഈ ഇ.ഡി. നോട്ടീസ് റദ്ദാക്കണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇ.ഡി. ഈ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുന്നു. ആ അപ്പീൽ നൽകുമെന്ന വാർത്തയും നേരത്തെ പുറത്തു വന്നിരുന്നു. രേഷ്മ, വിവരങ്ങൾ. മസാല ബോണ്ട് ഇടപാടിലെ സെമാ ചട്ടലംഘനം ചൂണ്ടിക്കാട്ടി ഇ.ഡി. അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റി കിഫ്ബിയെ കൂടാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരുന്നു. ഈ കാരണം കാണിക്കൽ നോട്ടീസിനെതിരെ കിഫ്ബി നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ സ്റ്റേ നിലനിൽക്കുന്നത്. നോട്ടീസ് അപ്പാടെ സ്റ്റേ ചെയ്തുവെങ്കിലും മുഖ്യമന്ത്രി കൂടി ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അതായത് തനിക്കെതിരായിട്ടുള്ള ഇ.ഡിയുടെ കാരണം കാണിക്കൽ നോട്ടീസ് റദ്ദാക്കണമെന്നുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. കിഫ്ബിയുടെ ഹർജിയിൽ സ്റ്റേ കിട്ടിയതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി തന്നെ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. മുൻ ധനമന്ത്രി കൂടിയായിട്ടുള്ള തോമസ് ഐസക്കും ഒപ്പം തന്നെ കിഫ്ബിയുടെ സിഇഒയ്ക്കും കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയെങ്കിലും ഇവർ രണ്ടുപേരും നിലവിൽ ഹൈക്കോടതിയെ സമീപിച്ചിട്ടില്ല. എന്തായാലും ഈ ഒരു ചട്ടലംഘനം ഒന്നും തന്നെ ഈ മസാല ബോണ്ട് ഇറക്കിയതിലൂടെ ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു വാദമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഹർജിയിൽ ഉന്നയിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, ഇത് ചോദ്യം ചെയ്ത് കാരണം കാണിക്കൽ നോട്ടീസ് അയക്കാനായിട്ടുള്ള അധികാരം ഇ.ഡി. അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് ഇല്ല എന്നുള്ള വാദവും മുഖ്യമന്ത്രിയുടെ ഹർജിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും കിഫ്ബിയുടെ ഹർജിയിലെ ആ സ്റ്റേ ഉത്തരവ്, ആ ഇടക്കാല ഉത്തരവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇ.ഡി. ഇന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ അപ്പീൽ നൽകിയിട്ടുണ്ട്. ആ അപ്പീൽ അടുത്ത ദിവസം പരിഗണിക്കും. അതിനിടയിൽ തന്നെയാണ് മുഖ്യമന്ത്രി കൂടി ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ഇ.ഡിയുടെ നോട്ടീസ് ചോദ്യം ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇരു ഹർജികളും, ഒന്ന് മുഖ്യമന്ത്രിയുടെ ഹർജി സിംഗിൾ ബെഞ്ചിന് മുന്നിലും ഇ.ഡിയുടെ അപ്പീല് ഡിവിഷൻ ബെഞ്ചിന് മുന്നിലുമായിരിക്കും വരിക. അടുത്ത ദിവസം തന്നെ ഇരു ഹർജികളും ഹൈക്കോടതി പരിഗണിക്കും. മസാല ബോണ്ട് കേസിൽ വളരെ നിർണായകമായ നീക്കങ്ങളാണ് കോടതി കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്.